ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു ഗ്ലാസ് ചായ മൊത്തം കുടിച്ചിട്ടില്ല കേട്ടോ. അത് ഗ്ലാസ്സിൽ നിന്ന് ഞാനാണ് ചായ ഇട്ടത്. അപ്പോൾ ഗ്ലാസ് കാണാത്തതുകൊണ്ട് പെട്ടെന്ന് വെപ്രാളത്തിലെടുത്ത് അതിൽ ഒഴിച്ച് കുടിച്ചാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു നോക്കിയപ്പം ഇന്ന് നമുക്കിവിടെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ. പെട്ടെന്ന് വെച്ചിട്ട് നമുക്ക് വേനൽ മഴ പെയ്യുമല്ലോ. അതിന് മുന്നേ ഞാനിതൊക്കെ ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ നല്ല വെയിലായിരുന്നു, കാരണം വാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും മറച്ച് വെക്കാമെന്ന്. അങ്ങനെ ഓലയൊക്കെ എടുത്ത് ഒരുവിധം സെറ്റാക്കി വെച്ചേട്ടാ. അതുകൊണ്ട് തന്നെ ഇന്ന് ചെടികൾക്ക് നല്ല ഉഷാറായിരുന്നേ. പിന്നെ വൈകിട്ട് നമുക്ക് മഴയും കൂടെ പെയ്തപ്പോഴത്തേനും അതിലേറെ ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇത് കാപ്പിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് കാപ്പിപ്പൂ. നല്ല മണമല്ലേ. പിന്നെ എൻ്റെ ഗപ്പിക്കുട്ടികളെ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇനി കാണാൻ പറ്റും. അപ്പോഴാണെങ്കിലേ ഇവരാണെങ്കിൽ കുറേ പേര് വന്നുകൊണ്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മുട്ടപ്പായൽ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മറ്റേ താമര പോലിരിക്കുന്ന മുട്ടപ്പായലുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു മുട്ടപ്പായൽ. പക്ഷേ ഇത് ഞാൻ കൊണ്ടിട്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇപ്പം 2 ദിവസം ആയപ്പോഴത്തേക്കും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനും ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒളിച്ചിരിക്കുന്ന ഒരാളില്ലേ, ഇവനെപ്പോലെ 2 പേരും കൂടെ ഉണ്ട് കേട്ടോ. ഭയങ്കര കുസൃതിയാണ് കേട്ടോ. ഈ 3 മീനുകളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുസൃതികൾ. അവർ മെയിൽസാണ് കേട്ടോ. പിന്നെ കുറേ മീൻ വന്നുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇവരെ പോയി നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തിറങ്ങുമ്പോൾ ഇവരെ ഓടി വന്ന് നോക്കും. എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ ഇവരെ കാണുമ്പോഴത്തേനും. പിന്നെ ഓരോ ദിവസം കൂടുന്നവർ പെട്ടെന്ന് ഇവരിങ്ങനെ വളർന്നുകൊണ്ട് വരികയാണ് കേട്ടോ. ഞാൻ അധികം അങ്ങനെ മീൻ വളർത്തി ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് നേരം അവരെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇത് നമ്മുടെ അന്നത്തെ കിണറ്റി വീണ പൂച്ചയാണ് കേട്ടോ. കിണറ്റി വീണതോടുകൂടെ അവൻ എന്തെന്നില്ലാത്തൊരു സൗന്ദര്യം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവളിവിടെ നിൽപ്പുണ്ട്. ഇവളുടെ കണ്ണിലാണെങ്കിൽ ചൂട് ഇപ്പം വെയിലായതുകൊണ്ട് ഇപ്പം നല്ലോണം ചൂടടിച്ചിട്ട് കണ്ണിങ്ങനെ പഴുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നുകൊണ്ട് ഇപ്പം 3 ദിവസത്തിൽ കൂടുതൽ ഇവിടെ നന്നായിട്ട് കുളിപ്പിക്കുന്നുണ്ട്. 3-4 ദിവസം കൂടുമ്പോഴത്തേനും കുറേ നേരത്തിൽ വെള്ളത്തിൽ കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചാണ് കേട്ടോ. ഇന്ന് പിന്നെ വെള്ളം ഒഴിക്കേണ്ട വന്നില്ല, കാരണം വൈകിട്ടും നല്ലോണം മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ആ തറയിൽ നട്ടതാണ്. അവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും നല്ല ഇങ്ങനെ വാടിൽ പോലെ പറഞ്ഞു കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഞ്ഞാവ കേട്ടോ. മുതുക്കനാണ് ഇവൻ. ഏറ്റവും പ്രായമുള്ളത് ഇവനാണെങ്കിലും ഇവനാണ് ഇപ്പോഴും ഭയങ്കര കൊച്ചുകളി കേട്ടോ. ഇവന് ഏകദേശം 6 വർഷത്തോളം ആവണം കേട്ടോ. 5.5 വർഷത്തോളം ആവണേ ഞങ്ങളുടെ കൂടെ വന്നിട്ട്. പക്ഷേ ഇവനാണ് ഏറ്റവും വലിയ ഇവിടുത്തെ അപ്പൂപ്പനെങ്കിലും അഹങ്കാരവും കുസൃതിയും ഇവനാണ്. പിന്നെ ഞാൻ ടെറസിലോട്ട് പോയിട്ട് കറ്റാർവാഴ നോക്കാനായിട്ടാ. ഞാനങ്ങനെ വലുതായിട്ട് ടെറസിൽ പോയി കറ്റാർവാഴ അങ്ങനെ പറിച്ചെടുക്കൂല. പിന്നെ ഇത് ഞങ്ങൾ പാക്കുണക്കായിട്ടിരുന്നതാണ്. അപ്പോൾ അതെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കരിയിലായിട്ട് കിടക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് തൂത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. തൂക്കുന്ന കാര്യം എനിക്ക് എപ്പോഴും ഭയങ്കര മടിയാണ് കേട്ടോ. വേറെ എന്തും ചെയ്യാൻ, തൂക്കുന്നതും അലക്കുന്നതും മാത്രം എനിക്ക് ഇഷ്ടമില്ലാത്ത 2 ജോലികൾ. ഇത് രണ്ട് വെറൈറ്റിയാണ്. ഇതിലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പുള്ളിയൊക്കെ ഉള്ള ഒരു തരം കറ്റാർവാഴയാണ് കേട്ടോ. അതിനേക്കാളും അങ്ങനെ കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഞാൻ ഈ നോക്കി നിൽക്കാൻ വേണ്ടി വരുള്ളൂ. പിന്നെ ഞങ്ങളുടെ മാവിന് മാങ്ങ വന്നിട്ടുണ്ട്, കുഞ്ഞ് കണ്ണിമാങ്ങ. അപ്പം ഞാൻ വിചാരിക്കണം കണ്ണിമാങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയാലെന്നൊക്കെയുള്ള ആലോചന എനിക്കുണ്ട് കേട്ടോ. കണ്ണിമാങ്ങ വെച്ചിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും അത് പ്രതീക്ഷിക്കാം. അങ്ങനെ കുറേ നേരം മാങ്ങയൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇവിടെ മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വയറ്റി പോകുന്നത് എൻ്റെയാണ് കേട്ടോ. കാരണം ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പം പഴുത്തായാലും പച്ചയായാലും ഒക്കെ. പിന്നെ കുറച്ച് നേരം ടെറസിലൊക്കെ നിന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നെങ്കിലും അപ്പോഴത്തേനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ വന്നപ്പോൾ വാഴയ്ക്കപ്പം ഉഴുന്നോടെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വാഴയ്ക്കപ്പം പോരായിരുന്നു, പക്ഷെ ഉഴുന്നോടെ കൊള്ളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വേറൊന്നും കഴിക്കാതെ കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ കാണുന്നവരെല്ലാവർക്കും ടാറ്റ.